ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിന് നിയമഭേദഗതി അനിവാര്യമാണെന്ന് സ്റ്റേറ്റ് ഹെഡ് ലോഡേഴ്സ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ (STU). ചുമട്ടുതൊഴിലാളി സമ്മേളന പരിപാടികൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരളത്തിലെ പതിനായിരക്കണക്കിന് ചുമട്ടു തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ നിലവിലെ ചുമട്ടുതൊഴിലാളി നിയമത്തിൽ കാലാനുസൃതമായി തൊഴിലാളികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഭേദഗതി ആവശ്യമാണെന്ന് സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ (STU) കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ വിലയിരുത്തി. നിലവിലെ നിയമം തൊഴിലാളികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഭേദഗതി ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്നും സെമിനാറിൽ ആവശ്യപ്പെട്ടു. ചുമട്ടുതൊഴിലാളി മേഖലയിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് യു പോക്കർ ഉദ്ഘാടനം ചെയ്തു. കുറേയധികം ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിക്കപ്പെട്ടതിൽ പ്രധാനമായ ഒരു ബോർഡായിരുന്നു കേരളത്തിലെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ബോർഡ് രൂപീകരിക്കപ്പെട്ടെങ്കിലും പലർക്കും അത് അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു വിഭാഗം തൊഴിലാളികൾ ഇതിനോട് സഹകരിക്കാൻ കൂട്ടാക്കിയില്ല. വലിയൊരു വിഭാഗം കച്ചവടക്കാർക്ക് ഇത് തീരെ സഹിക്കാനേ പറ്റാത്ത സ്ഥിതിയുണ്ടായി. നിയമം വന്നെങ്കിലും സംഘർഷങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പലയിടത്തും ഉണ്ടായി. ഈ നിയമത്തെ അട്ടിമറിക്കാൻ പലരും കോടതിയിൽ പോയി. കോടതിയിൽ പോയതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവിൻ്റെ ബലത്തിലാണ് കോമ്പൗണ്ടിനകത്ത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തൊഴിലാളികളെ വെച്ച് അല്ലെങ്കിൽ ആളുകളെ വെച്ച് കയറ്റിറക്ക് നടക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രപ്രധാനമായ വിധി ഉണ്ടാകുന്നു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് വിഷയാവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് AT അബ്ദു അധ്യക്ഷനായിരുന്നു. വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവ്, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ, BMS സംസ്ഥാന കമ്മിറ്റി അംഗം P പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.